Hello dear students, good morning and welcome back to our class Business Regulations. We were discussing about free consent, which is one of the essential elements of a valid contract. As we discussed, consent is the identity of minds. That means agreeing upon the same thing in the same sense. And when the consent is said to be free, when it is not caused by coercion, undue influence, fraud, misrepresentation or mistake. ഓക്കെ, നമുക്കറിയാം ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻ്റ് ആണ് ഫ്രീ കൺസെൻറ്റ്. ഓക്കെ, ദർ മസ്റ്റ് ബി ഫ്രീ കൺസെൻറ്റ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ വാലിഡ് കോൺട്രാക്റ്റ്. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ആണ്. ഓക്കെ, അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ രണ്ട് പാർട്ടീസും ഒരേപോലെ ആയിരിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരേപോലെ ആയിരിക്കണം കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അത്തരത്തിൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടെങ്കിലാണ് അവിടെ കൺസെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പറയാം. കൺസെൻറ്റ് ഉണ്ടായാൽ പോലെ കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം. ഓക്കെ, കൺസെൻറ്റ് എപ്പോഴാണ് ഫ്രീ ആണെന്ന് പറയാം? അവിടെ യാതൊരു തരത്തിലുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസോ കൊയേഷനോ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്കോ ഒന്നും ഇല്ലെങ്കിലാണ് കൺസെൻറ്റ് ഫ്രീ ആണെന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള കൊയേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. Undue influence is the improper use of any power possessed over the mind of contracting party. Sometimes a party is compelled to enter into a contract against his will as a result of unfair persuasion by the other party. Undue influence is a kind of moral coercion. Here, consent is obtained by misusing the dominant person. ഓക്കെ, സോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ കൊയേഷൻ്റെ പോലെ തന്നെയാണ്, ഒരു മോറൽ കൊയേഷനാണ്. ഓക്കെ, അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഡൊമിനൻ്റ് പൊസിഷനിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ആളെ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ദി ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ പൊസസ്ഡ് ഓവർ ദി മൈൻഡ് ഓഫ് അനദർ പേഴ്സൺ. ഓക്കെ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലാണ് അവരുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷണൽ പവർ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ വ്യക്തിയെ ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളെ നിർബന്ധിക്കുകയാണെങ്കിൽ എഗെയിൻസ്റ്റ് ഹീസ് വിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൾക്ക് താല്പര്യമില്ലെങ്കിലും അയാളെ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസെൻറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ കണക്കാക്കില്ല. കാരണം ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഉദാഹരണമായിട്ട് ഒരു ബോസ് അയാളുടെ ജോലിക്കാരനോട് അല്ലെങ്കിൽ എംപ്ലോയിയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. ഓക്കെ, ആ ഒരു പൊസിഷൻ അനുസരിച്ച് കൊണ്ട് മറ്റേ ആൾ നിർബന്ധിതനാവുകയാണ്. താല്പര്യമില്ലെങ്കിൽ കൂടി എംപ്ലോയി ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്താൽ അവിടെ എംപ്ലോയിയുടെ കൺസെൻറ്റ് നമ്മൾ ഫ്രീ ആയിട്ടല്ല കണക്കാക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, then coming to the definition, according to section 16 subsection 1 defines undue influence as a contract is said to be induced by undue influence where the relations subsisting between the parties are such that one of the party is in the position of dominating the will of the other and uses that position to obtain an unfair advantage over the other. Okay, സോ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയുടെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡോമിനൻ്റ് പൊസിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പൊസിഷൻ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ പാർട്ടിയുടെ വില്ലിന് അല്ലെങ്കിൽ അയാളുടെ താല്പര്യത്തിനെതിരായിക്കൊണ്ട് അയാളെ ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ കൺസിഡറബിൾ ആണ്. ഓക്കെ, അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡോമിനൻ്റ് പൊസിഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ പേഴ്സൺ ഇൻ ഡോമിനൻ്റ് പൊസിഷൻ, ഞാൻ പറഞ്ഞു തമ്മിലുള്ള റിലേഷൻ പ്രധാനമാണെന്നുള്ളത്. ഓക്കെ, അതായത് ഒരാളുടെ മുകളിൽ മറ്റൊരാൾക്ക് ഡോമിനൻ്റ് പൊസിഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ പേഴ്സൺസ് ഇൻ ഡോമിനൻ്റ് പൊസിഷൻ എന്ന് വിളിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ വേർ ഹി ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻറ്റ് അതോറിറ്റി ഓവർ ദി അതർ. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്പാരൻറ്റ് അതോറിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു പേഴ്സൺ ഇൻ ഡോമിനൻ്റ് പൊസിഷൻ ആണെന്ന് പറയാം. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്, പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചർ എക്സെട്ര. ഓക്കെ, അവിടെയൊക്കെ എന്താണ്? അവിടേക്ക് ഒരു അതോറിറ്റി, അധികാരപരമായിട്ടുള്ള ഒരു ഡോമിനൻസി അവിടെ ഉണ്ട്. ഓക്കെ, മറ്റൊന്ന് വേർ ഹി സ്റ്റാൻഡ്സ് ഇൻ ഫിഡ്യൂഷ്യറി റിലേഷൻ ടു അതർ.
ഇറ്റ് ഇംപ്ലൈസ് എ റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ഓക്കെ, മറ്റൊന്ന് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മതി. ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഒക്കെ. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാരൻറ്റും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പബ്ലിഷറും മോദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അവിടെയൊക്കെ എന്താണ് ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതായത് മ്യൂച്വൽ ട്രസ്റ്റിൻ്റെയും കോൺഫിഡൻസിൻ്റെയും പുറത്തുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ അത്തരം റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അവിടെ നമുക്ക് പേഴ്സൺ ഇൻ ഡോമിനൻറ്റ് പേഴ്സൺ ആണെന്ന് പറയാം. മറ്റൊന്ന് വേർ എ കോൺട്രാക്ട് ഈസ് മെയ്ഡ് വിത്ത് ദി പേഴ്സൺ ഹൂസ് മെൻ്റൽ കപ്പാസിറ്റി ഈസ് അഫക്റ്റഡ് ബൈ റീസൺ ഓഫ് ഏജ്, ഇൽനെസ് ഓർ മെൻ്റൽ ഓർ ബോഡി ഡിസ്ട്രസ്. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെഡിക്കൽ അറ്റൻഡൻറ്റ് ഹിസ് പേഷ്യൻറ്റ്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ ആൾക്ക് ഡോമിനൻറ്റ് പൊസിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി പേഴ്സൺസ് ഇൻ ഡോമിനൻറ്റ് പൊസിഷൻ. നെക്സ്റ്റ്, കണ്ടീഷൻ അണ്ടർ വിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് സസ്പെക്റ്റഡ്. ഓക്കെ, undue influence is suspected in the following cases. First one, inadequacy of consideration. Second one, fiduciary relationship between the parties. Then inadequacy between the parties as regard as age, intelligence, etc. Then Pardanashin woman. And അൺകോൺഷ്യനബിൾ ബാർഗെയിൻസ്. ഓക്കെ, സോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ സസ്പെക്റ്റ് ചെയ്യാം, നമ്മൾ ഊഹിക്കുന്നത്. നമുക്ക് ചില സാഹചര്യങ്ങൾ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ്? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇന്നാഡിക്വസി ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, അവിടെ കൺസിഡറേഷൻ വളരെ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം ഒരു പാർട്ടിയെ നിർബന്ധിച്ചുകൊണ്ട് കോൺട്രാക്ട് എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. അതായത് വളരെ കുറഞ്ഞ കൺസിഡറേഷനിൽ എന്തെങ്കിലും എൻട്രി ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്തെങ്കിലും തരത്തിലുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. മറ്റൊന്ന് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഓക്കെ, പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനീക്വാലിറ്റി ബിറ്റ്വീൻ ദി പാർട്ടീസ് ആർ റിഗാർഡഡ് ആസ് ഏജ്, ഇൻ്റലിജൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര. ഓക്കെ, സോ ഏജ് അനുസരിച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അനുസരിച്ച് കൊണ്ടോ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് കൊണ്ടോ നല്ല രീതിയിലുള്ള ഒരു ഇനീക്വാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരാൾ മറ്റൊരാളേക്കാൾ വലിയവനാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയാണ് പർദനാഷിൻ വുമൺ. പർദനാഷിൻ വുമൻ്റെ കേസ് നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പർദനാഷിൻ വുമൻ എന്ന് പറഞ്ഞാൽ അവർ റിലീജിയസ് ബിലീഫുള്ള അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, സ്ത്രീകളാണ്. ഓക്കെ, സോ അവരുടെ ഒരു സ്പെഷ്യൽ കേസ് തന്നെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കണ്ടീഷൻസിലൊക്കെ നമുക്ക് അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ എഫക്റ്റ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എഫക്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി വരുന്നത്? ആസ് പെർ സെക്ഷൻ 19, an agreement caused by undue influence shall be voidable at the option of aggrieved party. ഓക്കെ, നമ്മൾ കൊയേഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എഫക്റ്റ് വരുന്നത്. ഇറ്റ് വിൽ ബി വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് എഗ്രീവ്ഡ് പാർട്ടി. ഓക്കെ, ആരാണോ ഇവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന് വിധേയനായിട്ടുള്ളത് അയാളുടെ ഓപ്ഷൻ അനുസരിച്ച് കൊണ്ട് ഇത് വോയിഡബിളായിട്ട് മാറാം. ഓക്കെ, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ്, നോ പ്രിസംപ്ഷൻ ഓഫ് ഡോമിനൻറ്റ് പേഴ്സൺ. According to judicial decision held in various cases, there is no presumption of undue influence in the following relationship. ഓക്കെ, ചില റിലേഷൻഷിപ്പിൽ നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അത് ഏതെല്ലാമാണ് റിലേഷൻഷിപ്പ്? ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ്. ഓക്കെ, ഭൂവുടമയും അവിടുത്തെ വാടകക്കാരനും. ദെൻ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. ദെൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദെൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഓക്കെ, സോ ഇത്രയും റിലേഷൻഷിപ്പിൽ നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോൺട്രാക്റ്റ് വിത്ത് പർദനാഷിൻ വുമൻ. ഓക്കെ, പർദനാഷിൻ വുമൻ്റെ കേസിൽ നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, പർദനാഷിൻ വുമൻ ഈസ് എ ലേഡി ഹു ഈസ് കെപ്റ്റ് അണ്ടർ പർദ ഡ്യൂ ടു റിലീജിയസ് ഓർ ഫാമിലി കസ്റ്റംസ്. Contract with Pardanashin woman require special attention while discussing undue influence. A contract with Pardanashin woman is presumed to have been influenced by undue influence
A Parthanasian woman is one who observe complete a seclusion because of the custom of the particular community to which she belongs. She is not allowed to mix up with outsiders. She is deemed to be ignorant of outside tricks. Any person who enters into contract with the Parthanasian woman has to prove no undue influence was exercised in obtaining her consent. ഓക്കെ, സോ പർദ്ദനാശൻ വുമൺ അല്ലെങ്കിൽ നമ്മൾ മതപരമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, പർദ്ദ മാത്രം ധരിക്കുന്ന ആളുകൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പം അത്തരം സ്ത്രീകളുടെ കേസിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം അവിടെ തെളിയിക്കണം. ഓക്കെ, നമ്മളൊരു പർദ്ദനാശൻ വുമണുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസും ഇല്ല എന്ന് നമ്മൾ സെപ്പറേറ്റ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്പെഷ്യൽ കേസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, രണ്ടും നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയെ നമ്മൾ പ്രേരിപ്പിക്കുകയാണെന്നുള്ളത്, അതായത് അയാളുടെ താല്പര്യത്തിനെതിരായിട്ട് നമ്മൾ അയാളെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഓക്കെ, സോ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? ഇൻ കൊയേഷൻ ദി കൺസെൻറ്റ് ഓഫ് ദി എഗ്രീവ്ഡ് പാർട്ടി ഈസ് ഗിവൺ അണ്ടർ ദി ത്രെറ്റ് ഓഫ് ആൻ ഒഫൻസ് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്, ബട്ട് ഇൻ undue influence the consent of aggrieved party is obtained by misusing the dominant position. ഓക്കെ, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. കൊയേഷൻ അല്ലെങ്കിൽ ഭീഷണി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് ഫോർബിഡൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിയമപ്രകാരം തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ, അതായത് അയാളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാളെ തടവിൽ വയ്ക്കുകയോ ചെയ്തുകൊണ്ടാണ് നമ്മൾ അയാളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമല്ല, എന്നാൽ മോറലി തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അയാളുടെ മുകളിൽ എന്തെങ്കിലും ഡോമിനൻ്റ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അയാളെ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ നിർബന്ധിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് കൊയേഷൻ ഇൻവോൾവ്സ് യൂസ് ഓഫ് ഫിസിക്കൽ പ്രഷർ ബട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് എ കൈൻഡ് ഓഫ് മെൻ്റൽ പ്രഷർ. ഓക്കെ, കൊയേഷനിൽ ചിലപ്പം ഫിസിക്കൽ പ്രഷർ ഉപയോഗിക്കാം, ഓക്കെ, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രഷർ ഉപയോഗിക്കാം. എന്നാൽ കൊയേഷൻ എന്ന് പറയുന്നത് ഒരു മെൻ്റലാണ് അല്ലെങ്കിൽ മോറൽ പ്രഷറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ കേസ് ഓഫ് കൊയേഷൻ the threat or pressure may come from a third party who is not party to contract, but the undue influence must be exercised by or against a person who is a party to contract. ഓക്കെ, നമ്മൾ പറഞ്ഞു കൊയേഷൻ ചിലപ്പം ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും വരാം. ഓക്കെ, ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്താം. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസ് അങ്ങനെയല്ല, ഇത് പാർട്ടീസ് തമ്മിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് തമ്മിൽ മാത്രമേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയുള്ളൂ. ദെൻ കൊയേഷൻ ഇൻവോൾവ്സ് എ ക്രിമിനൽ ആക്ട് വൈൽ ദർ ഇസ് നോ ക്രിമിനൽ ആക്ട് ഇൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് IPC ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല. ഓക്കെ, ദെൻ ഇൻ കേസ് ഓഫ് കൊയേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ടീസ് ടു കോൺട്രാക്ട് ഈസ് നോ നെസസറി, but in the case of undue influence some sort of relationship is generally exist between two parties. ഓക്കെ, കൊയേഷൻ്റെ കേസിൽ ഇതിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു അവർ തമ്മിലൊരു എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അതായത് ഒരു പാർട്ടി മറ്റൊരാളുടെ ഡോമിനൻ്റ് പൊസിഷനിലായിരിക്കും. ഓക്കെ, അത്തരത്തിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവുള്ളൂ. എന്നാൽ കൊയേഷൻ്റെ കേസിൽ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.